കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ആശാനൊരിടത്ത് പറയുന്നത് നരജീവിതമായ വേദനയ്ക്ക് ഒരു മട്ടൊരാർ ഔഷധമർഭകങ്ങൾ താനെന്നാണ്. കുഞ്ഞുങ്ങൾ നമ്മുടെ എല്ലാ വേദനകളെയും യാതനകളെയും ശമിപ്പിക്കും. അവരിലുള്ള പ്രതീക്ഷകളാണ് ജീവിതത്തിൽ പലതും നേടുവാനും കരുതുവാനും നമുക്ക് പ്രചോദനമാകുന്നത്. അവർ എത്ര കണ്ട് നമ്മോട് ഇണങ്ങുന്നു, നമ്മോട് യോജിക്കുന്നു, അതനുസരിച്ച് അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും നമുക്ക് ശേഷിയുണ്ടാകും. കുട്ടികളെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി കാണാറുണ്ട്. ക്രിസ്തു തുടങ്ങി ഗാന്ധിജി വരെ ഇങ്ങനെയൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത്. ഗുരുവിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് തോന്നുമായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ആ രീതിയിൽ ഗുരു കുട്ടികളോട് പെരുമാറുമായിരുന്നു. ആശാൻ പറയുന്നത് നാനാതരത്തിലുള്ള ആളുകൾക്കും ഇണങ്ങുമാറും ബഹുവിലസിതമായി അവർക്കെല്ലാം ഇണങ്ങുമാറാണ് അവര് വർത്തിച്ചതെന്നാണ്. വിദ്വാൻമാർക്ക് വിദ്വാനായി, അലസന്മാർക്ക് അലസനായി, യോഗീന്ദ്രർക്ക് യോഗീശ്വരനായി, ജ്ഞാനികൾക്ക് ജ്ഞാനിവര്യനായി, ബാലന്മാർക്കോ ബാലനായും അവിടുന്ന് വിലസുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നത് കുട്ടികളുടെ പരിചരണം അത് ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ട്. അതിലേക്കല്ല നാം കടക്കുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം
ആരംഭിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ കർമ്മ പരിപാടികളിലൊന്ന് വിദ്യാഭ്യാസ പ്രചരണമായിരുന്നു. അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് 2 പേർക്ക് അന്നത്തെ നിലയ്ക്കുള്ള ഒരു സഹായം ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അത് കഴിയുന്നിടത്തോളം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതായി കാണാം. ശിവഗിരി അവിടുന്ന് ആസ്ഥാനമായി തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ വർക്കലക്കുന്നിന് സമീപ പ്രദേശങ്ങളിൽ കുറെ അധികം പുലയന്മാരും കുറവന്മാരും പാർത്തിരുന്നു. അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. അവരുടെ ജീവിതഗതിയെല്ലാം ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ കുമാരനാശാനും ഗോവിന്ദൻ ജഡ്ജിയും കൂടി ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ കാണുമ്പോൾ ഗൗരവമായ പല സാമുദായിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ഗുരു അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്നും കുറെ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഇവിടെ നിർത്തി പഠിപ്പിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. ഗുരു തങ്ങളോട് നേരിട്ട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവർ അവധിക്ക് വച്ചില്ല. അവർ ആ കുടിലുകൾ കയറി ഇറങ്ങി ഏതാണ്ട് 5-8 കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരെ ആ ശിവഗിരി കുന്നിന് മുമ്പിലൂടെ ഒഴുകുന്ന തെളിനീരിൽ കുളിപ്പിച്ച് അവർക്ക് പുതിയ കച്ചത്തോർത്ത് നൽകി അതും ധരിപ്പിച്ച് ഭസ്മക്കുറിയിട്ട് അവിടെ ഒരു ഓല പുരയിൽ ഇരുത്തുകയുണ്ടായി. അവരെ ഇങ്ങനെ കൊണ്ടുവന്ന കാര്യം ഗുരുദേവ സന്നിധിയിൽ ഉണർത്തിച്ചു. ശ്രദ്ധിച്ചു കൊള്ളണം, എങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നല്ല ഗുരു കൽപ്പിച്ചത്. അവരെ ഇങ്ങനെ കുളിപ്പിച്ച് പുതുവസ്ത്രവും ധരിപ്പിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് കേട്ട നിമിഷം ഓഹോ എന്നൊരു ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ച് ആ ചാരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വേഗം ആ ഓലപ്പുരയിലേക്ക് നടക്കുകയായിരുന്നു. നോക്കൂ, ഗുരു അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും അത്യാവശ്യം ആശ്രമചര്യകളുടെ ബാലപാഠങ്ങൾ അതിനോടകം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അവരെല്ലാവരും എഴുന്നേറ്റ് വന്ദിച്ചു, പാദ നമസ്കാരം ചെയ്തു. ഓരോരുത്തരെയായി അവിടുന്ന് തലയിൽ തഴുകി.
ആ കണ്ണുകൾ ഈറനണിയുന്നത് ചിലരെങ്കിലും കണ്ടു. ഒരു വേള അവിടുന്ന് മൊഴിഞ്ഞു, ഇവരും ഈശ്വരന്റെ സന്താനങ്ങളാണ്, ഇവരും ഈശ്വരന്റെ സന്താനങ്ങളാണ്. അങ്ങനെ അവർ അവിടെ അന്തേവാസികളായി തീർന്നു. പഠിപ്പിക്കുവാനാണ് കൊണ്ടുവന്നതെങ്കിലും സാമാന്യമായ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അത് ഒതുങ്ങി നിന്നില്ല. അവർ ആശ്രമത്തിലെ നിത്യാനുഷ്ഠാനങ്ങളിലെല്ലാം സജീവമായി. ഒരു വീട്ടിൽ കുട്ടികളുള്ളത് ആ വീടിന്റെ ഒരു സജീവതയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല പല പിരിമുറുക്കങ്ങൾക്കും അയവ് വരുത്തുന്നതും ഒരാഹ്ലാദാന്തരീക്ഷം ഗൃഹത്തിൽ നിറയുന്നതും കുട്ടികളുള്ളപ്പോഴാണ്. ആശ്രമാന്തരീക്ഷം ഒന്നുകൂടി ചൈതന്യവത്തായി. ഈ കുട്ടികളെ കർക്കശ രീതിയിലൊന്നുമല്ല അവിടെ വളർത്തിയത്. എന്നാൽ ആ രീതിയിൽ തന്നെ അവർ വളർന്നു വരികയാണ്. അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും അറിയാതെ അവരെ വളർത്തിയെന്ന് നമ്മൾ ഭംഗിവാക്ക് പറഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. കുട്ടിക്കാലം മുതൽ തന്നെ അവരുടേതായ രീതിയിൽ കർമ്മനിരതരാക്കുകയാണ്. സാശ്രയത്വം പല രീതിയിൽ അവരെ പരിചയിപ്പിക്കുകയാണ്. വൃദ്ധജനസേവ, അവരോട് എങ്ങനെ പെരുമാറണം, അവരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായാലും അതിനെ എങ്ങനെ കാണണം, ഓരോ ദിവസവും ഓരോ നിമിഷവും ആ സന്നിധിയിൽ നിന്ന് അവർക്ക് ജീവിതത്തിന്റെ മർമ്മപ്രധാനങ്ങളായ പാഠങ്ങളാണ് പകർന്നു കിട്ടിയത്. കാണേണ്ടത് അതിലൊരു കുട്ടി പോലും മുഷിഞ്ഞ് പിരിഞ്ഞു പോയില്ല. ഒരു വേള കാണാം ഈ കുട്ടികളുടെ ഉത്സാഹവും അവരുടെ ഗുരുവിനോടുള്ള ഭക്തിയും അവർ അവരുടേതായ രീതിയിൽ ചെയ്യുന്ന സേവനങ്ങളും ഒക്കെ കണ്ട് പ്രമാണിമാരുടെ എല്ലാം മനസ്സ് മാറുന്നത്. എത്രയാണെങ്കിലും യാഥാസ്ഥികത്വം മനസ്സിലതുപോലെ തഴമ്പിച്ചു പോയവർക്ക് ഇതുപോലുള്ള ഈ പുലക്കുട്ടികളെയും മറ്റും ആശ്രമത്തിൽ താമസിപ്പിക്കുകയെന്നതും അവർ എടുത്തു തരുന്ന വെള്ളം കുടിക്കേണ്ടി വരുന്നതും അത്ര കണ്ട് ഇഷ്ടമായിരുന്നില്ല. ഗുരു പലപ്പോഴും ഇങ്ങനെ അനിഷ്ടം കാണിക്കുമ്പോൾ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഒരിക്കൽ അരികുപ്പുറത്ത് ഒരു പാചകനെ നിർത്തി. അയാൾ ഈഴവനായിരുന്നെങ്കിലും ആ ഈഴവരിലെ എന്തോ ഒരു താന്ന വിഭാഗക്കാരനായിരുന്നു അത്രേ, എന്തോ ഒരു കുറച്ചിലുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് ഒരു അവജ്ഞയുണ്ടായിരുന്നു. ഗുരുസന്നിധിയിൽ അത് പ്രകടിപ്പിച്ച് കൂടാത്തത് കൊണ്ട് മാത്രം അവരത് സഹിച്ചു. ഒരു വേള ഗുരുദേവൻ ദീർഘയാത്രയ്ക്ക് പോയി. ആഴ്ചകൾക്ക് ശേഷമാണ് മടങ്ങി വരുന്നത്. മടങ്ങി വന്നപ്പോൾ തന്നെ അവിടുത്തേക്ക് കാര്യം പിടികിട്ടി. ഇതിനോടകം എന്തൊക്കെയോ പറഞ്ഞും അവഹേളിച്ചുമൊക്കെ അതിൽ സഹികെട്ട് അയാൾ പിരിഞ്ഞു പോയിരുന്നു. അതിൽ ആശ്വസിച്ചിരിക്കുകയായിരുന്നു കുറെ പ്രമാണിമാർ. ഇത് ഗുരുവിനെ അറിയിക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല, അവിടുന്ന് ഇത് അറിഞ്ഞിരുന്നതുമില്ല. പക്ഷെ അവിടെ വന്നു കയറി ഗുരുവിൻ്റെ മുഖം അല്പം ശോകച്ഛവിയിൽ കാണപ്പെട്ടു. ആരെയും അവിടുന്ന് കടാക്ഷിക്കുന്നില്ല. മൗനമായി കുറേ നേരം ഇരുന്നു. ആരോടും ഒന്നും ഉരിയാടാതെ അവിടുന്ന് ഇറങ്ങുകയാണ്. ആർക്കും അനുഗമിക്കാനും കഴിയുന്നില്ല. എവിടേക്കാണെന്ന് ചോദിക്കാൻ ഒട്ടും തന്നെ കഴിയുന്നില്ല. എല്ലാവരും തരിച്ചു നിന്നു. ഏറെ കഴിഞ്ഞാണ് അവിടുന്ന് മടങ്ങി വരുന്നത്. വരുമ്പോൾ ഒപ്പം ഒരു മുതിർന്ന ബാലൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് എല്ലാരെയും വിളിക്കുവാൻ കൽപ്പിച്ചു. അന്തേവാസികളും അവിടെ അന്നേരമുണ്ടായിരുന്ന പ്രമാണിമാരും ആ സന്നിധിയിലെത്തി. ഈ ബാലന്റെ തോളത്ത് കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗുരു കൽപ്പിച്ചു, ഇവനാണ് നമ്മുടെ പുതിയ പാചകൻ. വളരെ ആഹ്ലാദത്തോടെയാണ് പറയുന്നത്. കൂട്ടത്തിൽ ഒരു പൂരണവും കൂടി. പുലയനാണ്. ആർക്കെന്ത് പറയാൻ സാധിക്കും? ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു ഈഴവനാണെങ്കിലും അവന് എന്തോ ഒരു കുറവുള്ളതിൻ്റെ പേരിൽ അസഹിഷ്ണുത കാണിച്ചവർക്ക് ഇതിൽ പരം ഒരു ശിക്ഷയുണ്ടോ? മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് ശിക്ഷയല്ല, രക്ഷയാണ്. തലയിൽ കയറി മൂത്തുപോയ ജാതി വിചാരത്തെ സമർത്ഥമായി അവിടുന്ന് തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമാണിത്. ഇതിനെ ഒരിക്കലും ഒരു പ്രതികാരമായിട്ട് നമ്മൾ കണ്ടുകൂടാ. ആ ബാലന്റെ പാചകം സ്വീകരിക്കേണ്ടി വന്നു, ആസ്വദിക്കേണ്ടി വന്നു. അവർക്ക് പിന്നെ ആ ഒരു ചിന്തയെ വിടുന്നതായിട്ടാണ് കാണുന്നത്. ചില നേരം ശിവഗിരിയിൽ ആരെങ്കിലുമൊക്കെ എത്തുമ്പോൾ ഈ കരിക്ക് ചെത്തി വെക്കുന്നതും ഒക്കെ കൊടുക്കുന്നത് ഈ ബാലന്മാരായിരിക്കും.
എത്രയാണെങ്കിലും ആരെങ്കിലുമൊക്കെ കാണും അവിടെ മനസ്സ് വികസിക്കാത്തവർ. അവർ ഈ അതിഥികളോട് ഇവരുടെ ജാതി പറയും. പറക്കുട്ടികളാണ്, കുറവക്കുട്ടികളാണ്. പ്രസംഗത്തിലും മറ്റും എത്ര മേനി നടിച്ചാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ അവർക്കൊരു വിങ്ങലുണ്ടാകും. അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കൊക്കെ ഉചിതമായ സമീപനങ്ങളിലൂടെ ഗുരു തിരുത്തലുകൾ വരുത്തുന്നത് കാണും. പിന്നെ പിന്നെ വന്നപ്പോൾ സ്കൂളിലെ പഠനത്തിൽ ഇവർ ബഹുമിടുക്കന്മാരാണെന്ന് കണ്ടപ്പോൾ ഇവരെക്കുറിച്ച് മതിപ്പേറി തുടങ്ങി. അന്നത്തെ കാലമാണ്. അത്ര സുഭിക്ഷമൊന്നുമല്ല മഠം. അന്ന് ഇതിനൊരു ചുമതലക്കാരനെ വയ്ക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. കാഴ്ച പരിമിതിയുള്ള ഒരാളായിരുന്നു അത്രേ. അയാൾ തപ്പിത്തടഞ്ഞ് വീടുകൾ കയറി ഇറങ്ങി കിട്ടുന്നതൊക്കെ ശേഖരിച്ച് മഠത്തിൽ കൊണ്ടുപോയി. ആറ്റിങ്ങൽ വക്കം ഭാഗങ്ങളിലൊക്കെ ഈ പിടിയേരി ഏർപ്പാടുകൾ ചെയ്യും. അതൊരു സമയം എത്തുമ്പോൾ ഈ ചാക്കുമായി ഒക്കെ വീടുകൾ കയറി ഇറങ്ങി അത് ശേഖരിച്ചും മറ്റും കൊണ്ടുവന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ പിന്നെ ചില വിശേഷങ്ങളൊക്കെ നടക്കുന്ന വീടുകളിൽ ഈ കുട്ടികളെ കൂടി ക്ഷണിക്കുവാൻ തുടങ്ങി. ഇവരുടെ രക്ഷാധികാരിയെയും ഒന്ന് രണ്ട് അന്തേവാസികളെയും ഒക്കെ കൂട്ടി അതിൽ പോയി സംബന്ധിക്കുവാൻ അനുവാദവും ഉണ്ടായിരുന്നു. ഇപ്പൊ ചിലയിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കുട്ടികളെ പന്തിയിൽ ഇരുത്താറില്ല. ആഹാരം കൊടുക്കും, പ്രധാന പന്തിയിൽ ഇരുത്താതെ അവർക്ക് വെളി ആണ് കൊടുത്തിരുന്നത്. ഒരു ദിവസം ഗുരുദേവൻ ഇത് എങ്ങനെയോ അറിഞ്ഞു. നമസ്കരിക്കാൻ ചെന്ന ഒരു കുട്ടിയോട് ചോദിച്ചതിൽ നിന്നും അതിനൊരു സ്ഥിരീകരണവും ലഭിച്ചു. അന്ന് ഗുരുദേവൻ കൽപ്പിച്ചു, ഈ ഏർപ്പാടിനി വേണ്ട. അതോടെ ഇങ്ങനെ ക്ഷണിക്കുന്നിടത്ത് കുട്ടികളെ വിടാതായി. നോക്കൂ, കുട്ടികളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിക്കും ഗുരു മുതിർന്നിരുന്നില്ല. അല്പം ഒന്ന് കണ്ണടച്ചാൽ മതി. ക്ഷണിച്ചിട്ടല്ലേ പോകുന്നത്, ആഹാരം കൊടുക്കുന്നുമുണ്ട്. അത് ഒരു നിലയ്ക്കൊരു സഹായവുമാണ്. പക്ഷേ യഥാവിധി മാനിക്കപ്പെടാത്തടത്ത് ചെല്ലുവാൻ ഗുരു അനുവദിച്ചില്ല. അതോടെ ആ ഏർപ്പാട് നിൽക്കുകയായിരുന്നു. സ്വാഭിമാനത്തോടെ വളരുവാൻ കുട്ടികൾക്ക് അവസരം ഒരുക്കുകയായിരുന്നു. ഗുരുദേവൻ ശിവഗിരിയിൽ എപ്പോഴും ഉണ്ടാവാറില്ല. ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടുത്തെ ശ്രദ്ധകൾ അത്രയും
ആലുവ അദ്വൈതാശ്രമ സ്ഥാപനത്തിലേക്ക് മാറിയെന്നും അവിടുത്തെ വികസന കാര്യങ്ങളിലായി മുഴു ശ്രദ്ധയെന്നും നമുക്കറിയാം. ഇടയ്ക്കൊക്കെ ശിവഗിരിയിൽ സന്ദർശിക്കുമ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ വന്നിട്ടുണ്ട് എന്ന് സമീപവാസികൾ അറിയുന്നതിന് ഒരടയാളമുണ്ടാകും. രാവിലെ ഈ സ്കൂൾ കുട്ടികളെല്ലാം അന്ന് നല്ല കുളിച്ച് വൃത്തിയായിട്ടാണ് വരിക. അവരെയെല്ലാം വരിയായിട്ട് ആ കുന്നിറക്കി ഇതാ മറ്റൊരു ശിവഗിരി കുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അവർ വന്ന് വരിയായി നിൽക്കും. അവർ എത്തുന്ന സമയം ഗുരു ചിലപ്പോൾ ശാരദാമഠത്തിന്റെ പർണശാലയുടെ സമീപത്ത് ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. സമീപത്തുള്ള ഒരു പീഠത്തിൽ കൽക്കണ്ടമോ മുന്തിരിയോ പഞ്ചസാരയോ പഴങ്ങളോ ഒക്കെ കാണും. അവർ വരിയായി വന്ന് നമസ്കരിച്ച് മാറുന്ന കൂട്ടത്തിൽ ഈ പ്രസാദമെല്ലാം അവർക്ക് കൊടുക്കുകയും ചെയ്യും. മിക്കപ്പോഴും അത് കൈ നിറച്ചവർക്ക് കിട്ടും. അപ്പൊ അവിടെയെല്ലാം ഒരു ചിട്ടയുണ്ട്. കുട്ടികൾ വരുമ്പോൾ അന്തേവാസികളെല്ലാം ആരെങ്കിലും ഒരു കുടം വെള്ളം പിടിച്ച് അല്പം മാറ്റി വെച്ചിട്ടുണ്ടാവും. മാറി നിന്ന് അത് കഴിച്ചതിന് ശേഷം കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. കൈ ശുദ്ധമാക്കിക്കൊണ്ടായിരിക്കും അവർ മടങ്ങിപ്പോവുക. ഇതൊരു പതിവായിരുന്നു. ഒരിക്കൽ ഇതുപോലെ എല്ലാവരെയും നമസ്കരിക്കാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ വരുമ്പോ സമുദായ പ്രമാണിമാർ ഗൗരവമുള്ള എന്തോ ഒരു കാര്യവുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവരുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഗുരു. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അതേ രീതിയിൽ വരിയിൽ നിൽക്കാൻ അധ്യാപകൻ, നയിച്ചുകൊണ്ടുവന്ന അധ്യാപകൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. സമയം പക്ഷേ കുറെ കടന്നു പോവുകയാണ്. എത്ര നേരം കുട്ടികൾ ഇങ്ങനെ നിൽക്കും? അപ്പൊ അവിടെ നമ്മൾ ഇന്ന് കാണുന്ന മാവുകളൊക്കെ ഉണ്ട്. അക്കാലത്ത് അതിങ്ങനെ വളർന്നു പൊന്തുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് ചാടി പിടിക്കാവുന്ന അത്ര ഉയരമേ ഉള്ളൂ അതിൻ്റെ ശിഖരങ്ങൾക്ക്. എല്ലാം പയ്യെ ഇളകി ഇളകി ഇനി ഒറ്റക്കാലിലായി അവിടെ ഇവിടെ ഒക്കെ ചെറിയാൻ തുടങ്ങി, തല ചെറിയാൻ തുടങ്ങി. പിന്നെ ഒരിളക്കമായി. പിന്നെ അതങ്ങ് വർദ്ധിച്ച് ആ മാവിൻ കൊമ്പത്ത് ചാടിപ്പിടുത്തമായി അടുത്തത്. പിന്നെ ഗുരുസന്നിധിയാണെന്നുള്ളതൊക്കെ അങ്ങ് മറക്കുകയാണ്. ഒരു ബിരുദൻ ചാടി ആ കൊമ്പിലങ്ങ് പിടിച്ചു. ഞാൻ വന്നപ്പോൾ തപ്പന്നത് ഒടിഞ്ഞു താഴെ വീണു. അന്തം വിട്ടു നിന്നെല്ലാവരും. അപ്പോഴാണ് പെട്ടെന്നൊരു ബോധം വരുന്നത്. നോക്കുമ്പോൾ കാണാൻ ഈ കൊലച്ച് മാവ് പൂത്ത സമയമായിരുന്നു. ഉണ്ണിയൊക്കെ പിടിച്ചു വരുന്ന സമയമായിരുന്നു. ഈ ചാടുമ്പോൾ പിടികിട്ടുന്ന ആ കൊലയൊക്കെ ഇങ്ങനെ അടന്നു പോരുകയാണ്. ഏതാണ്ടൊന്ന് അടിച്ചു കൂട്ടാനും മാത്രം ഇലയും ഇതിൻ്റെ ഈ പൂക്കലയും ഒക്കെ വീണ് കിടപ്പുണ്ട്. ഇതാ ഒരു കൊമ്പും ഒരുവൻ ഒടിച്ചിരിക്കുന്നു. ദൈവമേ, ഇതാ സ്വാമി വന്നു. തരിച്ചു നിന്നെല്ലാവരും.
കുട്ടികളാണെങ്കിൽ ഒരു അപരാധ ബോധമുണ്ട്. സത്യത്തിൽ അവര് നമസ്കരിക്കാൻ തന്നെ മറന്നുപോയി. ഗുരു കസേരയിലിരുന്നു. ഓ, ഇവരാരും തൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. ഗുരു ഇതൊന്നും കാണാഴികയല്ല. പക്ഷെ യാതൊരു ഭാവഭേദവുമില്ല. ഈ കുട്ടികളെ കണ്ടപ്പോ ആ കുട്ടികളെ കഴിഞ്ഞും ആഹ്ലാദത്തോടെയാണ് അവിടുന്ന് അവിടെ ഇരിക്കുന്നത്. ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ആ മൗനത്തിനും ശോകത്തിനും കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ, അത് ഭാവിക്കാതെ, എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു. അറച്ചറച്ചാണ് എല്ലാവരും അടുത്തേക്ക് ചെല്ലുന്നത്. സ്വാമി ഇത് ചോദിക്കാതിരിക്കില്ല, എല്ലാവർക്കും ഉറപ്പാ. പക്ഷെ ചോദിക്കുന്നില്ല. അവരുടെയൊക്കെ ക്ഷേമം അന്വേഷിച്ചു. പന്ന് വയറ് നിറച്ചു കിട്ടും, അതിനുള്ള വിഭവങ്ങളും ഇതാ എത്തപ്പെട്ടിരിക്കുന്നു ഇതിനോടകം. പഴങ്ങളൊക്കെ ധാരാളമുണ്ട്, മധുരങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടികൾ വലിയ ഭാവപ്രകടനത്തിലേക്ക് പോയില്ലെങ്കിലും അവരുടെ ആ ഭാവത്തിൽ നിന്നും ഒക്കെ അവരുടെ ആ സന്തോഷം പ്രകടമാകുന്നതാണ്. ഇവിടെ അതുമില്ല. ഒരു കുട്ടിയെ ഗുരു പ്രത്യേകം അടുത്തേക്ക് വിളിച്ചു. അവനോട് ചോദിച്ചു, നീ മാവിൽ ചാടിപ്പിടിച്ചോ? അവൻ ഇല്ല, തൊഴുതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. യഥാർത്ഥത്തിൽ ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വികൃതി കാണിക്കാതിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഏറിയും കുറഞ്ഞും ആവത് അവിടെ ചെയ്തിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വികൃതി കാണിച്ചവരോട് എന്തിനിത് കാണിച്ചു എന്നല്ല ഗുരു ചോദിക്കുന്നത്. അങ്ങനെയുള്ളവരെ ശാസിക്കുകയല്ല ഗുരു ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ഉപദേശിക്കുകയുമല്ല ഗുരു ചെയ്യുന്നത്. അവിടുന്ന് ചെയ്യുന്നത് നോക്കൂ. ഇതിലൊന്നും പെടാതെ ശാന്തനായി നിന്ന് ആ കുട്ടിയെ പ്രത്യേകം ആ സമക്ഷത്ത് വിളിക്കുന്നു. നീ ഇത് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുമ്പോൾ അവനെ ചേർത്ത് അവന്റെ തോളിൽ തട്ടി, മിടുക്കൻ, കണ്ടോ, ഇവൻ മിടുക്കനാണ്. മുമ്പോട്ട് നീ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവന്റെ നല്ല പെരുമാറ്റത്തെ അംഗീകരിക്കുകയാണ്. ഗുരുവിന്റെ തന്നെ ഒരു ശ്ലോകം ഓർമ്മ വരുന്നില്ലേ? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. വെറുതെ ഒരു ആദർശ ഗീതം ഗുരു പാടുക മാത്രമല്ല ചെയ്തത്. ആ ശ്ലോകത്തിന്റെ ഒരു നല്ല വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ശാസനയേക്കാൾ ഫലവത്തായി ഗുരുവിന്റെ ആ സമീപനം. ആ കുട്ടികൾ അത്രയും ഒരാത്മപ്രതിജ്ഞ അവിടെ വെച്ചെടുത്തിരിക്കും. എങ്ങനെ? ഇതുപോലെ ഗുരുവിന്റെ ഒരു അംഗീകാരം ഞങ്ങൾക്കും പിടിച്ചു പറ്റണം.
അതിനായി അവർ ശ്രമിച്ചിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഓർത്തു നോക്കൂ. ഇവിടെ അരുതാത്തതിനെ ഒരു വിട്ടുകളയുകയാണ്. മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവരെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. സ്കൂളിൽ ചെന്നു കഴിയുമ്പോൾ അധ്യാപകരുടെ ശിക്ഷ വേറെ. പിന്നെ ആ പരാതി വീട്ടിലേക്കും കൂടി എഴുന്നള്ളിക്കുകയായി. അവർക്കും കിട്ടും വേണ്ടുവോളം ശാസന. നോക്കൂ, എത്ര ശാന്തമായിട്ടാണ് ഗുരു ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു നയമല്ല, ഇതവിടുത്തെ ആദർശമാണ്. എത്ര അരുമയോടെയാണ് അന്തേവാസികൾ ആ മാന്തൈകളെ വെള്ളമൊഴിച്ച് പരിപാലിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഒരു നാശം ആ ഒരു മാവിന് നശിച്ചില്ല എങ്കിലും അങ്ങനെ ഒരു ഉപദ്രവം ആ മാവിന് പറ്റുമ്പോൾ എത്ര അന്തക്ഷോഭം ഉണ്ടാകേണ്ടതാണ്. ഇവിടെ കുട്ടികൾക്കൊരു വലിയ പാഠമാവുകയാണ്. ഇപ്പം കാണാൻ കളി, ആ കളി കാണാൻ കാത്തിരുന്ന അവിടുത്തെ അന്തേവാസികൾ മാത്രമല്ല, അവിടെ എത്തിയിരുന്ന ഭക്തന്മാരും ഇച്ഛാഭംഗം അനുഭവിച്ചു. ആ കുട്ടികളെ ഗുരു വിരട്ടുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അവർ. അവർക്കും പുതിയ പാഠമായി. ഓരോ സന്ദർഭവും ഇതുപോലെ നമ്മൾ നോക്കിയാൽ അതെന്തെന്ത് പാഠങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഒരു ദിവസം, ഈ സ്കൂൾ സമയമായിട്ടില്ല, പഠിത്തമുള്ള ദിവസമാണ്. ചില സമയം കുട്ടികൾ മുമ്പ് പറഞ്ഞതുപോലെ കൂട്ടായി വന്ന് ഗുരുവിനെ നമസ്കരിച്ചിട്ടാണ് ക്ലാസ്സിൽ പോവുക. ഒരു ദിവസം ഗുരു ശ്രദ്ധിച്ചു, ഒരു കുട്ടി വളരെ നേരത്തെ വന്നിരിക്കുന്നു. ഇവർ കൂട്ടുകാരൊക്കെ ഉള്ളതാണല്ലോ, അവരൊന്നുമില്ല. ഗുരു അവനെ അടുത്തേക്ക് വിളിച്ചു. അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി, ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? അവൻ തലയാട്ടി. വിശക്കുന്നുണ്ടായിരുന്നു. കുറെ ദൂരം നടന്നാണ് ഇവിടം വരെ എത്തിയത്. ഗുരു പുഞ്ചിരിച്ച് അവന്റെ മുഖത്തേക്ക് അല്പം നോക്കിയിട്ട്, അമ്മയോട് പിണങ്ങിയാൽ വിശക്കും. അവൻ വാ വിളിച്ചു പോയി. സത്യത്തിൽ അന്ന് അമ്മയോട് പിണങ്ങി ഇറങ്ങിയതാണ്. ഒന്നും കഴിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു അന്തർക്ഷോഭത്തിൽ ഇറങ്ങി ഇഞ്ഞു പോന്നു. കുട്ടികൾക്കും ഇല്ലേ ചില സമയത്തൊരു വാശി. അങ്ങനെ പിണങ്ങി ഇറങ്ങാനുള്ള കാരണം നമുക്കും നമ്മുടെ കൊച്ചുനാളിൽ അനുഭവം ഉണ്ടായിരിക്കാം. ഈ തേങ്ങ ചിരണ്ടുന്ന സമയത്ത് കൈയിട്ട് വാരാൻ ചെല്ലുമ്പം തേങ്ങാമുറിക്ക് തന്നെ കൊട്ട് കിട്ടിയിട്ടില്ലേ നമ്മളിൽ പലർക്കും? അപ്പൊ അവിടെ അന്ന് ഈ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. എണ്ണിച്ചുടുന്ന അപ്പങ്ങളാണെന്നൊക്കെ അങ്ങനെ പിടിച്ചു പിടിച്ചാണ് അന്നത്തെ അമ്മമാർ എല്ലാം ഒന്ന് വട്ടം എത്തിക്കുന്നത്.
ഇവൻ കണ്ണ് തിരിയുമ്പോ വട്ടിക്കകത്ത് കൈയിടും. ചൂടോടെ അത് എടുത്തോണ്ട് പോയി കണ്ണു. കണ്ടെങ്കിലും 1-2 തവണ അമ്മ ഇത് കണ്ടില്ലെന്ന് അങ്ങ് വെച്ചു. കുട്ടികളല്ലേ. പിന്നെയാണ്ട് ഇവൻ ഈ അമ്മയുടെ തോളത്തോടെ കൈയിട്ട് പൊറണമെടുത്തു. അമ്മ ചട്ടുകത്തിനൊരു അടിയും വെച്ചു കൊടുത്തു. അത് പുറത്തെവിടെയോ കൊണ്ടു നോവുകയും ചെയ്തു. അവനത് കുറച്ചിലായി. മാറി നിന്ന് അല്പം മോങ്ങിയിട്ട് അവൻ സ്കൂളിലേക്ക് അങ്ങ് പോന്നു. ആ നടപ്പ് ഇങ്ങ് നടന്നെത്തിയപ്പോഴേക്കും നല്ലപോലെ വിശന്നു. ഈ ചൂണ്ടി 1-2 തിന്നാൽ അതൊക്കെ ഹോമകുണ്ടത്തിലേക്ക് നെയ് വീണ പോലെയായി. അപ്പൊ തന്നെ എരിഞ്ഞു തീർന്നു. നോക്കൂ, ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഗുരു പറയുകയാണ്, അമ്മയോട് പണങ്ങിയാൽ വിശക്കും. ഇതെങ്ങനെ സ്വാമി അറിഞ്ഞു? ആ കുട്ടിക്ക് ഈ പരാഹൃദയ അജ്ഞാനത്തെ കുറിച്ചൊന്നും അങ്ങനെ തിരിയാറായിട്ടില്ല. അധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഒരലക്കീർ ആജ്ഞാനുസരണം കൊണ്ടുവരപ്പെടുന്നു. പഴം കുറെ വന്നിട്ടുണ്ടായിരുന്നു. ആ പഴത്തിന്റെ കാര്യത്തിൽ ഒരു രസമുണ്ട്. ഈ കുട്ടി നേരത്തെ സ്കൂളിൽ വന്നു. സ്കൂളിൽ വരുമ്പോ കാണാം ഒരു കൊട്ടയിൽ നല്ല ഇന ഒരു വാഴക്കൊല. അത് പടല ചെത്തി വൃത്തിയായി അടുക്കി ഒരു ഭക്തൻ കൊണ്ടുവരികയാണ്. ആ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സ്വാമിയെ കാണാനുള്ള പോക്കാണ്. സ്വാമി അവിടെ ഉണ്ടാവും. അപ്പൊ ആ വന്നവരവ് ശിവഗിരിയിലെ കുന്നിലേക്കൊന്നും പോകാൻ അവന് ഉദ്ദേശമില്ലായിരുന്നു. സ്കൂളിൽ നേരത്തെ എത്തി. സ്കൂള് തുറക്കുമ്പോ കയറാം. ഇതിവനൊരു പ്രലോഭനമായി. അപ്പൊ സ്വാമിയുണ്ട് എന്ന് ഒരു സൂചനയായിട്ട് ഇതിനെ കണ്ടു. അപ്പോ അവിടെ ചെന്ന പഴം കിട്ടും. അതുകൊണ്ട് അയാളുടെ മുന്നൽ ഓടി. ഇത് തീരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആകാംക്ഷ കാണും, തീർന്നു പോകുമോ? ഓടി വന്ന് സ്ഥാനം പിടിക്കാനായിട്ടാണ് അവൻ നേരത്തെ എത്തിയത്. ഏതായാലും മതിയാവോളം അവന് കൈ നിറച്ച പഴം തൃപ്പാദങ്ങൾ തന്നെ കൊടുത്തു. അവൻ അത് കഴിച്ച് തൃപ്തനായി വളരെ സന്തോഷമായി സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെ അവന്റെ ദുശ്ശീലങ്ങളും കൂടി മാറുകയാണ്. അമ്മയോടുള്ള പരിഭവം മാറി എന്ന് മാത്രമല്ല, അത് പശ്ചാത്താപവുമായത്രേ. ഒരു കാര്യവും കൂടി ഇതിനോട് പൂരിപ്പിച്ചു പറയണം. ഈ കുട്ടി തന്നെയാണ് ആ മാവിൽ നാശം കാണിക്കാതെ മാറി നിന്നത്. അന്ന് അവന് കിട്ടിയ ആ ശിക്ഷണം, ഏതെങ്കിലും തരത്തിൽ കിട്ടിയ ഒരു ഉപദേശമോ ഒരു പരിഗണനയോ ഒരുവനെ എത്രമാത്രം മാറ്റുന്നു. ആ കുട്ടിയുടെ പേര് സദാശിവൻ എന്നായിരുന്നു. പിന്നീട് ഈ ശിവഗിരി മഠത്തിന്റെ പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലുമൊക്കെ
നല്ലൊരു മുതൽക്കൂട്ടായി മാറി അയാളുടെ സേവനമെന്നാണ് പറയുന്നത്. ഇങ്ങനെ എത്രയോ എത്രയോ പേർ, എത്രയോ എത്രയോ സംഭവങ്ങൾ. ശിവഗിരിയുടെ സമീപത്ത് തന്നെ നടന്ന ഒരു സംഭവം കൂടി കേൾക്കാം. ഒരു വിദ്യാർത്ഥി രാവിലെ എന്തോ ആവശ്യത്തിനായി വർക്കലയിലേക്ക് വരികയാണ്. ഇന്നത്തെ ആ റോഡൊന്നും അന്നില്ല. നമുക്കറിയാം, ഈ പാടങ്ങളൊക്കെ അന്ന് ധാരാളം കാണും. നടയറയിൽ നിന്നും പാടവരമ്പത്തോടെ നടന്നാണ് വരുന്നത്. ഗുരു സ്നാനം ചെയ്തിരുന്ന ഒരു ഓവുണ്ട്, അതിപ്പോഴും അത് പരിരക്ഷിക്കപ്പെടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടേക്ക് ഗുരു നടന്നു വരികയായിരുന്നു. ഒരു അനുചരൻ പിന്നാലെയുണ്ട്. നല്ല ഒരു മനുഷ്യൻ, കണ്ടാൽ നല്ല ശോഭയുള്ള മുഖം, നല്ല ശുഭ്രവസ്ത്രം, ആ നടത്തം. ആ കുട്ടി നോക്കിയപ്പോൾ എല്ലാം ആകെ ഒരു ചന്തം. കുട്ടി യാന്ത്രികമായിട്ട് ഈ രൂപത്തിന്റെ വരവ് ആസ്വദിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് നടന്നു. ആ ഭാഗത്തൊക്കെ കരയ്ക്ക് പറങ്കിമാവ് നല്ലപോലെ പടർന്നതിന്റെ കൊമ്പുകൾ ഈ പാടത്തേക്കും ചാഞ്ഞ് വീശി നിൽപ്പുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ കടക്കേണ്ട ആ സന്ദർഭമായി. അല്പം ചെരിഞ്ഞ് കടന്നു പോകാം. അങ്ങനെ കടന്നു പോകുന്നതിന് മുമ്പ് ഗുരുവിൻ്റെയും ഈ ബാലന്റെയും ഒത്ത നടുക്കായിട്ട് നല്ല തുടുത്ത ഒരു കശുമാങ്ങ വന്നു വീണു. അവിടെ ഈ പുൽപ്പടർപ്പിലാണ് വന്ന് വീണത് എന്നതുകൊണ്ട് അതിന് ക്ഷതം പറ്റിയില്ല. കുട്ടി അതിലേക്ക് നോക്കി. ഗുരു അതിലും നോക്കി, ഇവന്റെ മുഖത്തേക്കും നോക്കി. ഗുരു ചെയ്യുന്നത് അത് കുനിഞ്ഞെടുത്ത് അത് തിരിച്ചും മറിച്ചും ഒന്ന് പരിശോധിച്ചു. നല്ല പഴം. അതിന്റെ വാസന ഇവന്റെ നാസാരന്ധ്രങ്ങളിലൂടെ അപ്പൊ തുളച്ചു കയറി. ആ പഴം ഈ കുട്ടിയുടെ നേരെ നീട്ടി. ഇത് നിനക്കുള്ളതാണ്. ആ കുട്ടിയുടെ നേരെ നീട്ടി. കുട്ടി അത് മേടിച്ചു. അവൻ അപ്പൊ തന്നെ അത് തിന്നു തുടങ്ങി. ഗുരു കരുണാപൂർവ്വം അവനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. അവൻ തിരിഞ്ഞു നിന്ന് ഗുരുവിന്റെ ആ നടപ്പ് കണ്ട് ആസ്വദിക്കുകയും അതേസമയം തന്നെ ഈ കശുമാങ്ങ അതിന്റെ രസം അനുഭവിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് അവൻ ഞെട്ടി. പുറകിൽ ആരോ വന്നിരിക്കുന്നു. അവൻ ശ്രദ്ധിച്ചില്ല, അവൻ തിരിഞ്ഞു നിന്നത് കൊണ്ട്. അപ്പൊ പരിചയമുള്ള ആ നാട്ടുകാർ തന്നെയാണ്. ഇവൻ കൗതുകത്തോടെ ചോദിച്ചു, അതാരാ പോയത്? അപ്പോൾ അവർ വാപുത്തിക്കൊണ്ട് പറയുകയാണ്, അയ്യോ അതറിയില്ലേ, അതാണ് വർക്കലയിലെ ആ സ്വാമി. ഇവൻ നെഞ്ചത്ത് കൈവച്ചു. ദൈവമേ,
വീട്ടിൽ ചിലപ്പോഴെങ്കിലും പറഞ്ഞു കേൾക്കുന്ന ആ സ്വാമിയോ ഇത്? നടയറ, എല്ലാവരും ബഹുമാനിക്കുന്ന നാനാജാതി മതസ്ഥരുടെയും ആദരവിന് ഗുരുദേവനെ പോലെ തന്നെ പാത്രമായ ഒരു മുസ്ലിയാരുണ്ടായിരുന്നു. പലപ്പോഴും നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടി ഈ സംഭാഷണ സല്ലാപങ്ങളിൽ ഏർപ്പെടുന്നതും ചിലപ്പോൾ ഗൗരവമായ ആലോചനകളിൽ മുഴുകുന്നതും. ഈ രണ്ടുപേരും തമ്മിലുള്ള ആ ചേർച്ച അത് കാണുന്നവർക്കൊരു കൗതുകം മാത്രമല്ല, ഒരു ആനന്ദം കൂടിയാണ്. രണ്ട് മഹാത്മാക്കൾ. അപ്പൊ അവിടെ വരുന്ന സ്വാമിയെക്കുറിച്ച് മുസ്ലിം ഭവനങ്ങളിലെല്ലാം തന്നെ ചർച്ചയാകാറുണ്ട്. അങ്ങനെ തൻ്റെ ഭവനത്തിലും തൻ്റെ ഉമ്മ വർക്കലയിലെ സ്വാമിയെക്കുറിച്ച് പറയുന്നത് താൻ എത്ര വട്ടം കേട്ടിരിക്കുന്നു. താനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്. എന്നാൽ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞതൊന്നും അല്ല, അതിനപ്പുറത്താണ് വർക്കലയിലെ സ്വാമി എന്ന് ആ കുട്ടിക്ക് തോന്നുകയാണ്. ഗുരു നടന്നു മറയുന്നതുവരെ അവൻ ആദരവോടെ നോക്കി നിന്നു. കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നഷ്ടബോധം തോന്നി. അവനിതാ ഒരു നെടുനിശ്വാസത്തോടെ വീണ്ടും വർക്കലയിലേക്ക് നടന്നു തുടങ്ങുമ്പോ ഈ കയ്യിലെല്ലാം ഇതിന്റെ ചാറുമൊക്കെ പറ്റിയിരിപ്പുണ്ട്. സ്വാമി തന്ന പഴത്തിന്റെ അല്പരസം പോലും പാഴാകരുത്. അവനെ കൈ കൂടി നക്കി ആസ്വദിച്ചത്രേ. ഈ കുട്ടിയുടെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. അവൻ പഠിച്ച് വളർന്ന് കേരളത്തിന് വെളിയിൽ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ ലേഖകനായി തീർന്നു. കേരളത്തെക്കുറിച്ച് അന്യദേശക്കാർ അറിയുന്നതിന് ഇയാളുടെ ലേഖനങ്ങൾ പലതും ഉപകരിച്ചു. വളരെ വാചാലമായി അയാൾ ഗുരുവിനെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു, എഴുതുമായിരുന്നു. അങ്ങനെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, വീടത്ര സുഭിക്ഷമൊന്നുമായിരുന്നില്ല, എങ്ങനെയും രണ്ടറ്റം കൂട്ടിമുട്ടിച്ചാണ് തൻ്റെ ഉപ്പയും ഉമ്മയും വീട് പുലർത്തിയിരുന്നത്. നാരായണ ഗുരുസ്വാമിയിൽ നിന്നും അന്ന് ഇങ്ങനെയൊരു പ്രസാദം ലഭിച്ചതിന് ശേഷം വീട്ടിൽ ഒരിക്കലും ഒരു മുട്ടുണ്ടായിട്ടില്ല അത്രേ. അതയാൾ അതിശയോക്തി പറഞ്ഞതായിരുന്നില്ല. അന്നത്തെ നിലയ്ക്ക് ഏറെ സന്താനങ്ങളുണ്ടായിരുന്നു ആ വീട്ടിൽ. എല്ലാവരും പഠിച്ചു മിടുക്കരായി. എത്ര അതിഥികൾ ചെന്നാലും എങ്ങനെയെന്നറിയില്ല, അവരെ എല്ലാം സൽക്കരിക്കാനുള്ള വക അവിടെ ഒത്തുവരികയാണ്. ഭിക്ഷ തേടി വരുന്ന ഒരാളെ പോലും വെറും കൈയോടെ മുടക്കി വിടേണ്ടി വന്നിട്ടില്ല. താൻ ഇന്നും ഒരു സമ്പന്നനല്ല, പക്ഷേ ഇന്നും തൻ്റെ കാര്യങ്ങളിൽ ഒരു മുട്ടും വന്നിട്ടില്ല. ആ പഴം തന്നുകൊണ്ട് ഗുരു തന്നിൽ ചൊരിഞ്ഞ ആ കടാക്ഷമുണ്ടല്ലോ, ആ കടാക്ഷത്തിന്റെ വില പിന്നീടാണ് തിരിച്ചറിയുന്നത്.
ഇത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നത്രേ. ഒന്ന് ഓർത്തു നോക്കൂ. അവിടുന്ന് ചരൈവേദി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു നിശ്ചിത ദിവസങ്ങൾക്കപ്പുറത്തേക്ക് അവിടുന്ന് ഒരിടത്തും താമസിക്കുമായിരുന്നില്ല. പല നാടുകളിലൂടെ അവിടുന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്തിന്? ഇതുപോലെ എത്രയോ പേർക്ക് ദർശന സൗഭാഗ്യം ചൊരിയുവാൻ, അനുഗ്രഹം ചൊരിയുവാൻ. ആലുവ അദ്വൈതാശ്രമത്തിലെ ഒരു രംഗം കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏതാണ്ട് ഒരു 10-35ഓളം കുട്ടികൾ അന്ന് അദ്വൈതാശ്രമം പാഠശാലയോടെ ഭാഗമായുള്ള ബോർഡിങ്ങിൽ താമസിക്കുന്നുണ്ട്. അത് മുഴുവൻ ആലുവക്കാരല്ല, പറവൂർക്കാരല്ല. നെയ്യാറ്റിൻകര മുതൽ പട്ടാമ്പി വരെയുള്ള സ്ഥലത്തു നിന്നുള്ളവരാണ്. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, 2 മുസ്ലിം കുട്ടികളുണ്ട്, പുലയ ജാതികൾ അവരും ഉണ്ട്. എല്ലാവരെയും ഒരുപോലെയാണ് അവിടെ പരിഗണിക്കുന്നത്. നല്ല സമ്പന്ന ഭവനങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. ഒരു ദിവസം പാഠശാലയുടെ സമീപത്തുള്ള മഠത്തിൽ നിന്ന് ഗുരുദേവൻ ഇറങ്ങി വരുമ്പോൾ ഇതാ കുറെ കുട്ടികൾ ഒന്നിച്ച് എതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വളരെ ഭവ്യതയോടെ തൊഴുത് നിന്നു. അപ്പൊ അവരോട് കുശലം പറഞ്ഞിട്ട് ഗുരു കടന്നു പോവുകയാണ്. പക്ഷെ ഒരു കുട്ടിയുടെ മേൽ ശ്രദ്ധ പതിഞ്ഞു. കരുനാഗപ്പള്ളി ഭാഗത്തു നിന്നുള്ള അതിസമ്പന്ന ഭവനത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നു അത്. സമുദായ പ്രവർത്തനത്തിൽ ഗണ്യമായ പിൻബലം നൽകുന്ന ഒരു തറവാടാണ് അവൻ്റേത്. അപ്പൊ അവന്റെ വീട്ടുവിശേഷം ഗുരു ചോദിച്ചു. അതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പാഠങ്ങളും ഭക്ഷണവും ഒക്കെ എന്ന് ഗുരു ഒരു മേലന്വേഷണം കൂടെ നടത്തി. ഇവൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു, ഭക്ഷണം ഒന്നിനും കൊള്ളില്ല സ്വാമി, നാറിയ ചോറാണ് തരുന്നത്. സാമ്പാറെന്ന് പറഞ്ഞു തരുന്നത് പുളിവെള്ളമാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി തരും. ഗുരു അവനെ സൂക്ഷിച്ചു നോക്കി. നീ പൊയ്ക്കോളൂ. അവനെ യാത്രയാക്കി. അല്പം മാറി നിന്ന കൂട്ടുകാർ ഇവനെയും കൂടെ കൂട്ടി പോവുകയും ചെയ്തു. ഏതാണ്ട് 12:30 ആ ഹോസ്റ്റലിന്റെ ഭക്ഷണശാലയിൽ മണിയടിക്കും. അദ്വൈതാശ്രമത്തിൽ വന്നു വിട്ടുപുരയിൽ മണി ആയിക്കഴിഞ്ഞിരുന്നു. അത് അടിക്കുന്നതിന് തൊട്ട് തന്നെ ഇത് അടിക്കും. ഗുരുവിന് വേണ്ടി പ്രത്യേകം ഭക്ഷണം ഒരുക്കാറാണ് പതിവ്. അത് പ്രത്യേകമായി തയ്യാറാക്കുക മാത്രമല്ല, മാറിയിരുന്നേ അത് കഴിക്കുകയും ചെയ്യും. പൊതുക്കൂട്ടത്തിൽ ഇരിക്കാറില്ല.
ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇരുന്നെന്ന് വരും. അത് അത്യപൂർവമാണ്. മണി അടിച്ചില്ല. അതിന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോഴാണ്ട് തൃപ്പാദങ്ങൾ ആ ഹോസ്റ്റലിലെ ഭോജനശാലയിലേക്ക് കടന്നു ചെല്ലുന്നു. പാചകൻ അമ്പരന്നു. ഒരു മേൽനോട്ടത്തിന് വന്നതായിരിക്കും. ഗുരു പറയുന്നു, എല്ലാം ആയോ? ആയി സ്വാമി. എങ്കിൽ എടുത്തോളൂ, ഇന്ന് ഊണ് ഇവിടെ നിന്നാകട്ടെ. ഇയാൾ നിന്ന നിപ്പിൽ ഉരുകിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നും ചെയ്യാനുള്ള സാവകാശമില്ല. ഇതാ ഗുരു ഇരുന്ന് കഴിഞ്ഞ്. അവിടെ പെട്ടെന്ന് നിലയിടുന്നു. അയാൾ തത്രപ്പെട്ട് വിറയ്ക്കുന്ന കൈകളോടെയാണ് വന്ന് വിളമ്പുന്നത്. ആ കുട്ടി പറഞ്ഞത് ശരി തന്നെ. ഇത് പുളിവെള്ളം പോലുമല്ല, അതിലും താന്ന എന്തോ ആണ്. ദൈവമേ, എന്ത് ചെയ്യും? പക്ഷെ യാതൊരു അതൃപ്തി അവിടുന്ന് കാണിക്കുന്നില്ല. തുടങ്ങി, ഉണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു, സമയമായെങ്കിൽ മണിയടിച്ചോളൂ. മണിയടിച്ചു. ഇളകി മറിഞ്ഞ് പട. ഗുരുവിന്റെ സന്നിധ്യത്തിലുണ്ടാകുന്ന അച്ചടക്കമൊന്നും അവർക്കുണ്ടാവില്ലല്ലോ. അവരാകെ ഇളകി മറിഞ്ഞ് ബഹളം വെച്ച് കയറി വന്നപ്പോ സ്വാമി അവരന്തം വിട്ടുപോയി. ഗുരു കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എല്ലാവരും ഇരുന്നു. മിണ്ടാതെയും ഇരുന്ന് കഴിക്കാമെന്ന് അന്ന് തെളിഞ്ഞു. എന്തൊരു നിശബ്ദത! കുട്ടികൾക്കും വളരെ തൃപ്തി. ഒരാള് മാത്രം വേർത്ത് കുളിച്ച് പാചകൻ. ഈ വരവുണ്ടാകുമെന്നൊരു 10 മിനിറ്റ് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ സാമൂലം അയാൾ വിദഗ്ധനായിരുന്നു. മാറ്റി മറ്റൊന്ന് ഉണ്ടാക്കുമായിരുന്നു. അവസരം കിട്ടിയില്ല. ഗുരു ഊണ് കൊഴിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടുന്ന് ആശ്രമത്തിലേക്ക് മടങ്ങി. ഇന്നെന്തായിരിക്കും തൃപ്പാദങ്ങൾ ഇവിടെ നിന്ന് ഊണ് കഴിച്ചത്? ആർക്കും പിടികിട്ടിയില്ല. പക്ഷേ പിറ്റേ ദിവസം ഊണ് കഴിക്കാൻ ചെല്ലുമ്പോ കുട്ടികൾ കണ്ണി നോക്കുന്നു. ഇന്നെന്താടാ? നല്ല മണമൊക്കെ വരുന്നു. കൈ കഴുകിയിരുന്നപ്പോ മനസ്സിലായി, മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സാമ്പാറിനകത്ത് ഈ കഷ്ണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മോരെന്ന് പറയുന്നത് ഏതാണ്ട് എന്തുവാ, പച്ചവെള്ളത്തിന് നേരിയ ഒരു തവളച്ചായ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, നല്ല കട്ടിമോരെ. അവിടുത്തെ ഭക്ഷണം നന്നായി തുടങ്ങി. നോക്കൂ, ആ പാചകനെ ശാസിച്ചില്ല, പറഞ്ഞു വിട്ടില്ല. ആ സമക്ഷത്ത് വെച്ചെടുത്തിട്ട് കുടഞ്ഞില്ല, ഒന്നുമില്ല. ഇത് 10 ചാട്ടവാറിന് അടിക്കുന്നതിലും മീതയായിരുന്നു ആ പാചകനെ സംബന്ധിച്ചിടത്തോളം. അയാൾ എന്തിനിങ്ങനെ ലുപ്തിച്ചു, ലോഹിച്ചു? ഒരിക്കൽ ഈ ചെറായിയിൽ നിന്ന് മുതിർന്ന കുറെ വിദ്യാർത്ഥികൾ ആലുവായിക്ക് വരികയാണ്. അപ്പൊ വന്നപ്പോൾ സ്വാമി അദ്വൈതാശ്രമത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അവരെ വരാൻ പ്രേരിപ്പിച്ചത് സ്വാമി ദർശനം മാത്രമല്ല, ഈ മലവെള്ളം
പെരുകിയ ദിവസങ്ങളായിരുന്നു. ആലുവ, മണപ്പുറം എല്ലാം കവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ്. കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള വെള്ളത്തിന്റെ പാച്ചിൽ ഇത് കാണാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ വരും. അന്ന് ഇതൊക്കെ വലിയൊരു കാഴ്ചയാണ്. സ്വാമിയെ കണ്ടിട്ടാകാം മലവെള്ളം കാണുന്നത്. അവരെല്ലാവരും സ്വാമിയെ കണ്ടു, നമസ്കരിച്ചു. മുതിർന്ന വിദ്യാർത്ഥികളാണ്, അതിൻ്റെതായ പക്വതയുണ്ട്. അവരുമായി ഗുരു അല്പനേരം സംഭാഷണമൊക്കെ നടത്തി, അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ചു, പഠനകാര്യങ്ങളൊക്കെ തിരക്കി, ആ നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ തിരക്കി. അപ്പോൾ ഒരു അന്തേവാസി ഇങ്ങനെ, എന്തെങ്കിലും കൽപ്പന ഉണ്ടായാലോ, അതിഥികൾ വരുമ്പോൾ കൽപ്പന ഉണ്ടാകാറുണ്ട്, അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗുരു അയാളോട് ചോദിച്ചു, കുട്ടികൾക്ക് എന്തു കൊടുക്കും? അയാൾ പറഞ്ഞു, മാമ്പഴം കൊടുക്കാം, എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇയാൾ അകത്തോട്ട് പോയി, കാണുന്നില്ല. അയാളകത്തോട്ട് കയറി പുറം വഴി അങ്ങിറങ്ങിപ്പോയി. മറ്റൊരാളെ ചുമതലപ്പെടുത്തി. അയാൾ ആ മുറിക്കകത്ത് ഒന്ന് കയറി. സമയം ഏറെ അധികരിച്ചിട്ടും 5-8 മാമ്പഴം എടുത്തുകൊണ്ട് വരാൻ എന്താണ്? അധിക സമയമൊന്നും വേണ്ട, കാണുന്നില്ല. ഗുരു തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. അവിടെ ചെന്നകത്ത് നോക്കുമ്പോ ഇയാൾ ഈ മാമ്പഴം തിരിയുകയാണ്. അത് കണ്ട് ഗുരു കൽപ്പിച്ചു, ഈ ചീഞ്ഞതില്ലെങ്കിൽ നല്ലതാണെങ്കിലും മതി. ഗുരു പറഞ്ഞത് ശ്രദ്ധിച്ചോണേ, ചീഞ്ഞതില്ലെങ്കിൽ നല്ലതാണെങ്കിലും മതി. ഇയാളുടെ കയ്യിലിരുന്നത് വഴുതി താഴോട്ട് വീണു. ഗുരു അതൊന്നും ഗവനിക്കാതെ നല്ല മാമ്പഴമെടുത്ത് അവിടുന്ന് തന്നെ ആ കുട്ടികൾക്ക് കൊടുക്കുന്നു. അവരത് ആസ്വദിച്ച് കൊണ്ടിരിക്കുമ്പോൾ മലവെള്ളം കാണാൻ മറക്കരുതേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി. ഇവരോട് ആദ്യമേ ഗുരു ചോദിച്ചിരുന്നു, എന്താ വിശേഷിച്ച്? സ്വാമിയെ കാണാൻ വന്നതാണെന്നാണ് അവര് പറഞ്ഞത്. സത്യത്തിൽ മലവെള്ളം കാണാനല്ലേ വന്നത്. സ്വാമിയോട് പറഞ്ഞത് സ്വാമിയെ കാണാൻ വന്നതാണ്. പക്ഷെ പോകാൻ നേരം ഗുരു ഓർമ്മിപ്പിക്കുകയാണ്, മലവെള്ളം കാണാൻ മറന്നു പോകരുത്. ഇവരതിശയിച്ചു പോയി. തങ്ങളെ ശരിക്കും വളർന്നിരിക്കുന്നു സ്വാമി. ഒന്നുകൂടി നമസ്കരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.